ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റ് CSS, PG, CSS, MTech എന്നീ എൻട്രൻസ് എക്സാംസിൻ്റെ ഡേറ്റ് വന്നിരിക്കുകയാണ്. ടൈം ടേബിൾസ് ഡീറ്റെയിൽ ആയിട്ട് സൈറ്റിൽ അപ്ലോഡ് ആക്കിയിരിക്കുകയാണ്. 2025 to 2026 അക്കാഡമിക് ഇയറിലെ എൻട്രൻസ് എക്സാംസിൻ്റെ ടൈം ടേബിൾ നമുക്ക് നോക്കാം. 22/5/2025 തേഴ്സ്ഡേയിലാണ് എൻട്രൻസ് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം 22/5/2025 തേഴ്സ്ഡേ 10 മണി മുതൽ 12 മണി വരെയുള്ള ടൈം പീരീഡിൽ MA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MSc ബോട്ടണി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, MSc ഡെമോഗ്രഫി ആൻഡ് ബയോസ്റ്റാറ്റിക്, MSc കമ്പ്യൂട്ടേഷണൽ ബയോളജി സ്പെഷ്യലൈസേഷൻ ഇൻ മെഷീൻ ലേണിംഗ്, MSc ഇലക്ട്രോണിക്സ് ഒപ്റ്റോഇലക്ട്രോണിക്സ്, MSc ഇലക്ട്രോണിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, MSc അപ്ലൈഡ് അക്വാകൾച്ചർ, MEd, MTech കമ്പ്യൂട്ടർ സയൻസ് സ്പെഷ്യലൈസേഷൻ ഇൻ ഡിജിറ്റൽ ഇമേജ് കമ്പ്യൂട്ടിംഗ്. ഇനി 22/5/2025 തന്നെ 2 മണി മുതൽ 4 മണി വരെ MSc സ്റ്റാറ്റിസ്റ്റിക്, MSc അപ്ലൈഡ് സ്റ്റാറ്റിക് ആൻഡ് ഡേറ്റ അനലിറ്റിക്, MSc എൻവയോൺമെൻറ്റൽ സയൻസ്, MSW, MTech ടെക്നോളജി മാനേജ്മെൻറ്റ്. ഇനി 23/5/2025 ഫ്രൈഡേയിൽ 10 മണി മുതൽ 12 മണി വരെയുള്ള ടൈം പീരീഡിൽ MA പൊളിറ്റിക്കൽ ഇൻ്റർനാഷണൽ റിലേഷൻ ആൻഡ് ഡിപ്ലോമസി, MA ഹിസ്റ്ററി, MA അറബിക് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA തമിഴ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MSc കമ്പ്യൂട്ടർ സയൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, MSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ മെഷീൻ ലേണിംഗ്, MSc മാത്തമാറ്റിക്സ്, MSc മാത്തമാറ്റിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിനാൻസ് ആൻഡ് കമ്പ്യൂട്ടേഷൻ, MSc ജനറ്റിക് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ്, MSc ജോളജി, MTech ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. ദെൻ 23/5/2025 ഫ്രൈഡേയിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയുള്ള ടൈം പീരീഡിൽ MA മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MSc സുവോളജി ഇൻ ഇൻ്റർഗ്രേറ്റഡ് ബയോളജി, MSc അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ്, MCom ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ്, MCom റൂറൽ മാനേജ്മെൻറ്റ്. ഇനി 24/5/2025 സാറ്റർഡേ 10 തൊട്ട് 12 മണിയുള്ള ടൈം പീരീഡിൽ MA വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, MA പൊളിറ്റിക്കൽ സയൻസ്, MA ഫിലോസഫി, MA സംസ്കൃത് ജനറൽ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA ജർമ്മൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA റഷ്യൻ ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MA മ്യൂസിക്, MSc കെമിസ്ട്രി, MSc കെമിസ്ട്രി സ്പെഷ്യലൈസേഷൻ ഇൻ റിന്യൂവബിൾ എനർജി, MSc കെമിസ്ട്രി ഇൻ ഫങ്ഷണൽ മെറ്റീരിയൽ, MSc ബയോടെക്നോളജി. ഇനി 24/5/2025 സാറ്റർഡേ 2 തൊട്ട് 4 മണി വരെയുള്ള ടൈം പീരീഡിൽ MA ഇസ്ലാമിക് ഹിസ്റ്ററി, എക്കണോമിക്സ്, ഫിനാൻഷ്യൽ എക്കണോമിക്, ലിംഗ്വിസ്റ്റിക്, മലയാളം സാഹിത്യവും കേരള പഠനങ്ങളും, MSc ഫിസിക്സ്, ദെൻ MSc ഫിസിക്സ് ഇൻ സ്പേസ് ഫിസിക്സ്, MSc റിന്യൂവബിൾ എനർജി, MSc ഫിസിക്സ് ഇൻ നാനോ സയൻസ്, MSc ബയോകെമിസ്ട്രി, MSc ആക്ച്വറൽ സയൻസ്, MLib-ISC ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ്. ദെൻ 26/5/2025 മൺഡേയിൽ 10 to 12 MA മനോസ്ക്രിപ്റ്റോളജി ആൻഡ് പാലിയോഗ്രഫി, MA ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, MSc ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, MSc ഡേറ്റ സയൻസ്, MSc അപ്ലൈഡ് സൈക്കോളജി, MCom ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻ, MCom ബ്ലൂ എക്കണോമി ആൻഡ് മെരിടൈം ലോ, LLM, MCG. ഇനി 26/5/2025 മൺഡേ 2 to 4 മണി വരെ MA ആർക്കിയോളജി, MA സോഷ്യോളജി, MSc കമ്പ്യൂട്ടേഷണൽ ബയോളജി സ്പെഷ്യലൈസേഷൻ ഇൻ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈൻ, MSc കമ്പ്യൂട്ടേഷണൽ ബയോളജി ഇൻ NGS ഡേറ്റ അനലിറ്റിക്. ഇനി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത് നോക്കാം. Candidates are directed to report that at the examination center 1 hour before the commencement of examination to avoid crowding at the gate. Candidate reporting after half an hour from the commencement of the examination will not be admitted to the examination hall. Candidate will not be allowed to leave the examination hall half an hour before the time of completion of the examination. Candidates are prohibited from writing their name, any other identification mark on any part of the answer book. Mobile phone are strictly prohibited in the examination hall. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക എന്നുള്ളത് സ്ട്രിക്റ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്, യൂസ് ചെയ്യാൻ പാടില്ല. ദെൻ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങളുടെ പേരും മറ്റും എഴുതി വെക്കുന്നത്, നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളും നിങ്ങളുടെ ആൻസർ ബുക്കിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ആൻഡ് കൃത്യ ടൈമിൽ തന്നെ എക്സാമിനേഷൻ ഹാളിൽ എൻ്റർ ആവേണ്ടതാണ്. മിനിമം 1 മണിക്കൂർ മുമ്പ് തന്നെ എക്സാമിനേഷൻ സെൻറ്ററിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കാരണം ക്രൗഡ്, ഗേറ്റിന് മുന്നിലുള്ള ക്രൗഡും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. 1 മണിക്കൂർ മുമ്പെങ്കിലും എക്സാമിനേഷൻ സെൻറ്ററിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ദെൻ എക്സാം ടൈമിന് 1 hour കഴിഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളെ എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കില്ല. ഓക്കെ. ദെൻ ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ
കാൻഡിഡേറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ദർ ഹോൾ ടിക്കറ്റ് അറ്റ് ദ ടൈം ഓഫ് എക്സാമിനേഷൻ ഫോർ വെരിഫിക്കേഷൻ. എക്സാം ടൈമിൽ ഹോൾ ടിക്കറ്റ് മറക്കാണ്ട് കയ്യിൽ കരുതേണ്ടതാണ്. അത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെ എക്സാം എഴുതാനായിട്ട് അനുവദിക്കുകയുള്ളൂ. സോ ഇത് ഇത്രയുമാണ് മെയിനായിട്ടും പറയാനുള്ളത്. അപ്പം എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള PG MTech എൻട്രൻസ് എക്സാമിനായിട്ടുള്ള ടൈം ടേബിളും കാര്യങ്ങളും ഇതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്ത എല്ലാ വിദ്യാർത്ഥികളിലേക്കും എല്ലാ കാൻഡിഡേറ്റ്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് കൊടുക്കാം. താങ്ക് യു സോ മച്ച്.